അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുശോചന യോഗം ചേർന്നു. യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് അനുശോചന യോഗം ചേർന്നത്. യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. 2025 എന്ന് പറയുന്നത് ഈ നാട് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചൊരു ദിവസമാണ്. ഏകദേശം 11 മണിയോളമായപ്പോൾ ഈ നാടിനെ മുഴുവനും സങ്കടത്തിലാക്കിക്കൊണ്ട്, ഈ നാടിനെ എന്ന് പറയാൻ പറ്റില്ല, രാജ്യം മുഴുവനും സങ്കടത്തിലാക്കിക്കൊണ്ട് കുറേയധികം മനുഷ്യർ, 200 ശിഷ്ടത്തോളം വരുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മോഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് അഹമ്മദാബാദിൽ നിന്ന് UK എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ അവരൊരിക്കലും അറിഞ്ഞു കാണില്ല, ഒരുപക്ഷെ തങ്ങളുടെ തന്നെ ജീവിതത്തിലെ അവസാന യാത്രയിലേക്കായിരിക്കും അവരൊക്കെ കടന്നു പോകുന്നത് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും അധികം ആളുകൾ, അതിലൊരു മലയാളി ഉൾപ്പെടെയുള്ള 244ഓളം പേരാണ് ഈ കഴിഞ്ഞ 12-ാം തീയതി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഇബിനു സിരി അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ഏകദേശം 625 അടി ഉയരത്തോളം പയർന്നെത്തിയപ്പോൾ ആ വിമാനം അപകടത്തിൽപ്പെട്ടു. ഏകദേശം 240ഓളം വരുന്ന യാത്രക്കാരും 12ഓളം വരുന്ന ക്യാബിൻ ക്രൂ മെമ്പേഴ്സുമായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. ആ യാത്രക്കാരെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും നെഞ്ചിലേറ്റിയായിരുന്നു അവർ ആ ആകാശയാത്രയിൽ പറന്നുയർന്നത്. നിർഭാഗ്യവശാൽ പാതി വഴി എത്തിയപ്പോൾ തന്നെ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അസ്തമിച്ചുപോയി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള, INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട്, ബിജു കണ്ണങ്കര, അഡ്വക്കേറ്റ് ആകാശ് തഴയശ്ശേരിൽ, PK അരാഫത്ത്, റാഫി പെരിങ്ങാല, അഫ്സൽ, സുജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.